ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ പെട്ടെന്ന് വരുവാണെങ്കിൽ അതേപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ലൈം ജ്യൂസ് ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഞാൻ എടുക്കുന്നത്. ആ ഒരു എന്താ പറയുക, 2 ഗ്ലാസ്സിനുള്ള നാരങ്ങ വെള്ളത്തിന് ഒരു നാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് 2 ഗ്ലാസ്സോളം ഉള്ള വെള്ളമാണ് ചേർക്കുന്നത്. ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂറോളം വെച്ചിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഐസ് ക്യൂബ്സ്, ഒരു 3 മുതൽ 5 വരെയുള്ള ഐസ് ക്യൂബ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം, അത് നമ്മുടെ ഒരു തണുപ്പിനനുസരിച്ച്. പിന്നെ ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്തൊരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരെണ്ണം. ഈ ഒരു നാരങ്ങയ്ക്ക് ഒരൊറ്റ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. അത് വളരെ കുറച്ച് മതി, നമുക്ക് ഒരു 2 നുള്ളോളമുള്ള ഉപ്പും. പിന്നെ ഞാൻ കൂടുതൽ ഇതിനകത്ത് മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 2 നുള്ളോളം ഉപ്പും 3 ടേബിൾ സ്പൂണോളം ഉള്ള പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂണായിട്ട് കുറയ്ക്കുകയോ, അത് നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയാണ്. 1 മിനിറ്റിനകത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനത് ജസ്റ്റ് ഒന്ന് ചെയ്തു എന്ന് മാത്രം കേട്ടോ, അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിനകത്തോട്ടൊന്ന് സെർവ് ചെയ്യണം. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നാരങ്ങയും അല്പം പഞ്ചസാരയും ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.